ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അപ്പത്തിനും പുട്ടിനും ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന ചക്കക്കുരു കൊണ്ടുള്ള ഒരു ഇറച്ചിക്കറിയാണ് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ചക്കക്കുരു നടുക്കെ 2 കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. ഉള്ളി, കറിവേപ്പില, പച്ചമുളക് എന്നിവ വരട്ടാൻ വേണ്ടി എടുക്കണം. തേങ്ങ ചിരവിയത് എടുക്കുക. ഉള്ളി, കറിവേപ്പില, ഗ്രാമ്പു, പെരിഞ്ജീരകം, പട്ട ഇവയെല്ലാം കൂടി തേങ്ങയിലിട്ട് വറുത്തെടുക്കണം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കക്കുരു കുക്കറിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാൻ വെക്കണം. ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. നേരത്തെ ചിരവി വെച്ച തേങ്ങ ഇടുക. അതുപോലെ തന്നെ ഉള്ളി, കറിവേപ്പില, ഗ്രാമ്പു, പെരിഞ്ജീരകം, പട്ട എന്നിവയും കൂടി ഇട്ട് നന്നായി ഇളക്കുക. ആദ്യത്തെ വിസിൽ വന്നു കേട്ടോ. തേങ്ങ നന്നായി വറുത്തെടുക്കുക. രണ്ടാമത്തെ വിസിൽ വന്നു. ചക്കക്കുരുവിൻ്റെ ചവറിന് ഗുണങ്ങളേറെയുള്ളതിനാൽ ചക്കക്കുരുവിൻ്റെ ചവറ് അധികം കളഞ്ഞിട്ടില്ല. തേങ്ങ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. തേങ്ങ നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കുക. തേങ്ങ വറുത്ത ചട്ടി തന്നെ അടുപ്പത്ത് വയ്ക്കുക. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് കടുക്, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് നന്നായി വരട്ടിയെടുക്കുക. തണുക്കാനായി മാറ്റി വെച്ച തേങ്ങ എടുത്ത് ചാറയിലിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ അരച്ചെടുക്കുക. ഉള്ളി മൂത്തതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടത് കൊണ്ട് കുറച്ചിട്ടാൽ മതി. ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് നന്നായി ഇളക്കുക. വേവിച്ച് വെച്ച ചക്കക്കുരു ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം. അരച്ച് വെച്ച അരപ്പ് ചേർത്ത് ഇളക്കുക. എന്നിട്ട് പാകത്തിന് ചൂടുവെള്ളം ചേർത്ത് ചാറാക്കുക. എല്ലാവരും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.
ഒന്ന് തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗ ഓഫാക്കുക. അങ്ങനെ നമ്മുടെ ചക്കക്കുരു കൊണ്ടുള്ള സൂപ്പർ ഇറച്ചിക്കറി ഇവിടെ തയ്യാറായിരിക്കുന്നുണ്ട്. ചപ്പാത്തിക്കും അപ്പത്തിനും പുട്ടിനും എല്ലാത്തിനും കൂട്ടി കഴിക്കാൻ പറ്റുന്ന അടിപൊളി കിടിലം ഒരു കറിയാട്ടോ. എല്ലാവരും കമൻറ്റ് അറിയിക്കണം.